ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയിലെ പച്ചപ്പാർന്ന ഒരു സ്വർഗം പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എന്നാൽ മനുഷ്യന്റെ കാലടികൾ ഇന്നുവരെ പതിഞ്ഞിട്ടില്ലാത്ത, സൂര്യപ്രകാശം പോലും താഴേക്കെത്താത്ത ഭീതിജനകമായ ഇരുണ്ട സാമ്രാജ്യമാണ് അത്. അതാണ് ആമസോൺ മഴക്കാടുകൾ. 67 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിലധികം പരന്നു കിടക്കുന്ന ഈ നിഗൂഢ കാട്ടിൽ എന്തൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ടാകും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 30 അടിയിലധികം വലിപ്പമുള്ള കൂറ്റൻ അനക്കോണ്ടകളോ, അതോ ആരും അറിയാത്ത പുരാതന നാഗരികതകളോ? സ്വർണ്ണ നഗരമായ എൽഡോറാഡോ തേടി പണ്ടുകാലത്ത് ഈ കാടുകളിലേക്ക് പ്രവേശിച്ച സ്പാനിഷ് പര്യവേക്ഷകർക്ക് പട്ടിണി കാരണം സ്വന്തം ഷൂസിലെ തോൽ വരെ തിളപ്പിച്ച് തിന്നേണ്ട ഗതികേടുണ്ടായിട്ടുണ്ട്. അന്ന് അവർ ഈ കാടിനെ വിളിച്ചത് പച്ച നരകം എന്നായിരുന്നു. ഇന്നും ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത പല അത്ഭുതങ്ങളും ഇവിടെയുണ്ട്. പെറുവിലെ കാടുകൾക്കുള്ളിലൂടെ ഒഴുകുന്ന തിളച്ചുമറിയുന്ന നദി അതിലൊന്നാണ്. അടുത്തെങ്ങും ഒരു അഗ്നിപർവ്വതം ഇല്ലാതിരുന്നിട്ടും ഈ നദിയിലേക്ക് വീഴുന്ന ഏത് ജീവിയും നിമിഷങ്ങൾക്കകം വെന്തുപോകും. ഒരുപാട് പര്യവേക്ഷകർ ഈ കാട്ടിൽ എവിടെയോ അപ്രത്യക്ഷരായിട്ടുണ്ട്. ശാന്തമെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ പ്രകൃതി നിർമ്മിച്ച മാരക കൊലയാളികളാണ് ഇവിടെ കാത്തിരിക്കുന്നത്. ആമസോൺ നദിയിലെ ഇരുണ്ട വെള്ളത്തിൽ പ്രകൃതി സൃഷ്ടിച്ച ചില കൊലയാളികളെ പരിചയപ്പെടാം. അതിലൊന്നാണ് ഇലക്ട്രിക് ഈൽ. ഇതൊരു വെറുമൊരു മീനല്ല, വെള്ളത്തിൽ നീന്തുന്ന സാക്ഷാൽ കറണ്ട് വയറാണ്. 860 വോൾട്ട് വരെ ഷോക്കടിപ്പിച്ച് ഒരു വലിയ മുതലയെ വരെ കൊന്നൊടുക്കാൻ ഇതിന് കഴിയും. മറ്റൊന്നാണ് റെഡ് ബെല്ലഡ് പിരാന. ബ്ലേഡ് പോലുള്ള മൂർച്ചയേറിയ പല്ലുകളുള്ള ഇവ കൂട്ടമായാണ് വേട്ടയാടുന്നത്. സ്വന്തം ശരീരഭാരത്തിന്റെ 30 ഇരട്ടി ശക്തിയിൽ കടിക്കാൻ കഴിവുള്ള ഇവയുടെ കടി ടി-റെക്സ് ദിനോസറിനേക്കാൾ ഭീകരമാണ്. മിനിറ്റുകൾക്കകം ഒരു ജീവിയുടെ മാംസം മുഴുവൻ കടിച്ചുകീറി അസ്ഥികൂടം മാത്രമാക്കാൻ ഇവയ്ക്ക് സാധിക്കും. പിന്നെ രക്തം കുടിക്കുന്ന കാൻഡിലു എന്ന പാരസൈറ്റ് മീനുണ്ട്. വലിയ മത്സ്യങ്ങളുടെ ചെകിളയ്ക്കുള്ളിൽ കയറിക്കൂടി ശരീരത്തിലെ മുള്ളുകൾ കൊണ്ട് മാംസത്തിൽ കൊളുത്തി നിന്ന് ജീവനോടെ രക്തം കുടിക്കുന്നവയാണിവ. എന്നാൽ നദിയിലെ ഏറ്റവും വലിയ ഭീകരൻ ഗ്രീൻ അനക്കോണ്ടയാണ്. 30 അടിയോളം നീളവും 500 പൗണ്ടിലധികം ഭാരവുമുള്ള ഇവ ശരീരം മുഴുവൻ വെള്ളത്തിനടിയിൽ ഒളിപ്പിച്ച് ആഴ്ചകളോളം ഇരയെ കാത്തിരിക്കും. ഇരയെ വരിഞ്ഞു മുറുക്കുമ്പോൾ ചെലുത്തുന്ന അതിഭീകരമായ മർദ്ദം കാരണം എല്ലുകൾ ഒടിയുന്നതിനേക്കാൾ മുൻപ് ഇരയുടെ രക്തയോട്ടം നിലച്ച് ഹൃദയാഘാതം വന്ന് മരണം സംഭവിക്കും. ഗർഭകാലത്ത് പെൺ അനക്കോണ്ടകൾ ഇണചേർന്ന ശേഷം ആൺപാമ്പിനെ ജീവനോടെ വിഴുങ്ങാറുണ്ട്. മറ്റു പാമ്പുകളെ പോലെ മുട്ടയിടുകയല്ല, മറിച്ച് നേരിട്ട് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ഇവ ചെയ്യുന്നത്. നദിയിൽ നിന്ന് കരയിലേക്ക് കയറിയാൽ അപകടം ഒഴിഞ്ഞു എന്ന് കരുതരുത്. ഇവിടുത്തെ വമ്പനായ ജാഗ്വാർ മറ്റു വന്യമൃഗങ്ങളെ പോലെ കഴുത്ത് ഞെരിച്ചല്ല കൊല്ലുന്നത്. ഇരയുടെ തലയോട്ടി കടിച്ചുകീറി മസ്തിഷ്കം തകർത്താണ് ഇവ ജീവനെടുക്കുന്നത്. അതുപോലെ ആഴ്ചകളോളം ഒരേ ഇരിപ്പിരുന്ന് ഇരയെ ആക്രമിക്കുന്ന ബുഷ്മാസ്റ്റർ എന്ന വിഷപ്പാമ്പിന്റെ വിഷം മനുഷ്യന്റെ ആന്തരിക കോശങ്ങളെ അലിയിച്ചു കളയും. ഇതിനെല്ലാം പുറമെയാണ് ബുള്ളറ്റ് ഉറുമ്പുകൾ. ഇതിന്റെ കുത്തേറ്റാൽ തോക്കിൽ നിന്ന് ഉണ്ടയേറ്റത് പോലുള്ള കൊടും വേദനയാണ്. എരിയുന്ന കനലിലൂടെ നടക്കുമ്പോൾ ഉപ്പൂറ്റിയിൽ വലിയ ആണി തുളച്ചു കയറുന്ന പോലെയുള്ള വേദന 24 മണിക്കൂർ നീണ്ടു നിൽക്കും. ഈ കാട്ടിലെ ഒരു ഗോത്ര വിഭാഗത്തിൽ ഒരു ആൺകുട്ടി പോരാളിയാകാൻ ഇത്തരം ഉറുമ്പുകളെ നിറച്ച കയ്യുറ 10 മിനിറ്റ് കയ്യിലിട്ട് കരയാതെ സഹിക്കണം. ജീവിതത്തിൽ 20 തവണ ഈ പരീക്ഷണം ജയിച്ചാലേ അവനൊരു യഥാർത്ഥ പോരാളിയാകൂ. മറ്റൊരു ഭീകരനാണ് സോംബി ഫംഗസ്. ഉറുമ്പുകളുടെ ശരീരത്തിൽ കയറിപ്പറ്റി അവയുടെ നാഡീവ്യവസ്ഥയെ നിയന്ത്രിച്ച് മരത്തിന് മുകളിലേക്ക് നടത്തിക്കുന്നു. ഉറുമ്പ് ചത്തു കഴിയുമ്പോൾ തല തുളച്ച് ഫംഗസ് വളർന്ന് താഴെയുള്ള മറ്റു ഉറുമ്പുകളിലേക്ക് വിഷപ്പൊടി വർഷിക്കും. ഇവിടുത്തെ ജീവികൾ അതിജീവിക്കാൻ നടത്തുന്ന തന്ത്രങ്ങളും അമ്പരപ്പിക്കുന്നതാണ്. ഓക്സിജൻ കുറഞ്ഞ വെള്ളത്തിൽ ജീവിക്കാൻ വായുവിൽ നിന്ന് നേരിട്ട് ശ്വാസമെടുക്കാൻ ശ്വാസകോശം വികസിപ്പിച്ചെടുത്ത പിരാറുക്കു എന്ന ഭീമൻ മത്സ്യമുണ്ട്. ചിറകുകൾ പൂർണ്ണമായും സുതാര്യമായതിനാൽ വേട്ടക്കാരുടെ കണ്ണിൽ പെടാത്ത ചിത്രശലഭങ്ങളുമുണ്ട്. പിന്നെ ലോകത്തിലെ ഏറ്റവും മടിയനായ സ്ലോത്ത്. ഒരു ഇല ദഹിക്കാൻ 1 മാസത്തോളം എടുക്കുന്ന ഇവ ആഴ്ചയിൽ ഒരിക്കൽ കാഷ്ടിക്കാൻ വേണ്ടി മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന ആ നിമിഷം മാത്രമാണ് ജീവൻ അപകടത്തിലാകുന്നത്. മനുഷ്യൻ കൃഷി കണ്ടുപിടിക്കുന്നതിനും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇലകൾ കൊണ്ടുവന്ന് മണ്ണിനടിയിൽ ഫംഗസ് കൃഷി ചെയ്ത് ജീവിക്കുന്ന ഇലവെട്ടി ഉറുമ്പുകളും ഇവിടെയുണ്ട്. ആമസോൺ എക്കാലത്തും വെറുമൊരു വന്യകാട് മാത്രമായിരുന്നു എന്ന വാദങ്ങൾ തെറ്റാണെന്ന് അടുത്തിടെ തെളിയിക്കപ്പെട്ടു. BC 500-ൽ നിലനിന്നിരുന്ന കൂറ്റൻ നഗരങ്ങളും നേർരേഖാ റോഡുകളും ലക്ഷക്കണക്കിന് ആളുകൾ ജീവിച്ചിരുന്ന സംവിധാനങ്ങളും കാടിനടിയിൽ കണ്ടെത്തി. കൃഷിക്ക് ഒട്ടും യോജിക്കാത്ത ആമസോൺ മണ്ണിൽ കരിയും എല്ലുകളും ചേർത്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവർ വികസിപ്പിച്ചെടുത്ത അത്ഭുത മണ്ണാണ് ടെറ പ്രേറ്റ. എന്നാൽ പിന്നീട് വന്ന യൂറോപ്യന്മാർ കൊണ്ടുവന്ന വസൂരി രോഗം പടർന്നാണ് ആ സാമ്രാജ്യം തകർന്നത്. പുറം ലോകവുമായി ബന്ധമില്ലാത്ത അനേകം ഗോത്രങ്ങൾ ഇന്നും കാടിനുള്ളിലുണ്ട്. ഇവർ നഗ്നരായി നടക്കുന്നത് അപരിഷ്കൃതരായതുകൊണ്ടല്ല, മറിച്ച് കഠിനമായ ഈർപ്പത്തിൽ വസ്ത്രം ധരിച്ചാൽ മാരക ഫംഗസ് ബാധ ഉണ്ടാകും എന്നതിനാലാണ്. പകരം ചുവന്ന വിത്തുകളുടെ ചാറ് ശരീരത്തിൽ തേച്ച് അവർ പ്രകൃതിദത്ത കവചം തീർക്കുന്നു. ശത്രുക്കളെ തളർത്താൻ ഇവർ അമ്പുകളിൽ പുരട്ടുന്ന വിഷത്തിൽ നിന്നാണ് ആധുനിക മെഡിക്കൽ രംഗത്ത് സർജറികൾക്ക് ഉപയോഗിക്കുന്ന പേശി അയക്കാനുള്ള മരുന്നുകൾ വികസിപ്പിച്ചത്. ഈ കാട്ടിലെ കോടിക്കണക്കിന് മരങ്ങൾ പ്രതിദിനം 20,000 ദശലക്ഷം ടൺ വെള്ളമാണ് നീരാവിയായി ആകാശത്തേക്ക് വിടുന്നത്. തെക്കേ അമേരിക്കയിലെ മുഴുവൻ മഴയും നിയന്ത്രിക്കുന്നത് ഈ അദൃശ്യ ആകാശ നദിയാണ്.
ആമസോൺ കാടുകളിലെ പോഷകങ്ങൾ കനത്ത മഴയിൽ ഒലിച്ചു പോകുമ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സഹാറ മരുഭൂമിയിൽ നിന്നും കാറ്റിൽ പറന്നുവരുന്ന ഫോസ്ഫറസ് അടങ്ങിയ മണലാണ് ആമസോണിന് വളമായി വീഴുന്നത്. അതായത് മരിച്ചു കിടക്കുന്ന ഒരു മരുഭൂമിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാടിനെ ജീവനോടെ നിലനിർത്തുന്നത്. എന്നാൽ ഇന്ന് ഈ വിസ്മയം വലിയൊരു ഭീഷണിയിലാണ്. മാംസത്തിനും കൃഷിക്കും വേണ്ടി മനുഷ്യൻ ഈ കാടുകളെ ചുട്ടുചാമ്പലാക്കുകയാണ്. ആമസോൺ കാടുകളുടെ 20 മുതൽ 25% വരെ നശിച്ചു കഴിഞ്ഞാൽ കാടിന്റെ മഴചക്രം പൂർണ്ണമായി തകരും എന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനെ ടിപ്പിംഗ് പോയിന്റ് എന്നാണ് വിളിക്കുന്നത്. ഈ അതിർവരമ്പ് കടന്നാൽ മഴയില്ലാതെ കാടുകൾ തന്നെ കത്തിച്ചാമ്പലാവുകയും വരണ്ട പുൽമേടുകളായി മാറുകയും ചെയ്യും. അതോടെ ഭൂമിയുടെ കാലാവസ്ഥ പാടെ തകിടം മറിയും. ആമസോൺ എന്നത് വെറുമൊരു കാടല്ല, ഭൂമിയുടെ ശ്വാസകോശമാണ്. നമ്മളില്ലാതെ ആമസോണിന് ജീവിക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ ആമസോൺ ഇല്ലാതെ മനുഷ്യരാശിക്ക് നിലനിൽപ്പില്ല. ഈ കാടിന്റെ അവസാന ശ്വാസം നിലച്ചാൽ നമ്മുടെയും ശ്വാസം നിലയ്ക്കും. ഇത്രയധികം നിഗൂഢതകളും അപകടങ്ങളും നിറഞ്ഞ ഒരിടമാണ് ആമസോൺ കാടുകൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തതായി ഏത് വിഷയത്തെക്കുറിച്ചാണ് വീഡിയോ ചെയ്യേണ്ടതെന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം.